വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. തുടർച്ചയായി അധികാരത്തിൽ വരുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് LDF. തിരിച്ചു വരുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. ഒന്നിലേറെ സീറ്റുകൾ നേടുമെന്ന പ്രതീക്ഷയിൽ NDA. ഡി ബിനോയിയുണ്ട് വിവരങ്ങളുമായി. ബിനോയ്, ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ്. ജനങ്ങൾ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നറിയാൻ ഇനി ആ കാത്തിരിപ്പിലേക്കുള്ള മണിക്കൂറുകൾ നമ്മൾ എണ്ണി തുടങ്ങുകയാണ്. തികച്ചും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എല്ലാ മുന്നണികളും ഉള്ളത്. അതിനാൽ തന്നെ ഇനി ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമുക്ക് ലഭിക്കേണ്ടത്: ഭരണമാറ്റമോ ഭരണ തുടർച്ചയോ? ഏകദേശം 20 മണിക്കൂർ സമയം മാത്രമാണ് ഇനി ആര് കേരളം ഭരിക്കും അല്ലെങ്കിൽ ആര് പുറത്തേക്ക് പോകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണയിലെത്തുന്നതിന് വേണ്ടി ഉള്ളത്. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങി ഏകദേശം 10 മണിയോടുകൂടി തന്നെ ആർക്ക് ലീഡ് നേടും അല്ലെങ്കിൽ ആര് കേരളത്തിന് അധികാരികളാകുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇരു മുന്നണികളും, അതായത് LDFും UDFും ഒരുപോലെ തന്നെ വലിയ വിജയപ്രതീക്ഷയിൽ എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം അവരുടെ നേതാക്കന്മാരെല്ലാം തന്നെ, അതായത് LDFിൻ്റെയും UDFിൻ്റെയും നേതാക്കന്മാർ ഇന്ന് രാവിലെ നടത്തിയ പ്രതികരണങ്ങളിലൊക്കെ തന്നെ എല്ലാവരും വിജയപ്രതീക്ഷയിലാണ്. പ്രത്യേകിച്ചും LDF തുടർഭരണം കിട്ടുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. 80-ലധികം സീറ്റുകളാണ് LDFിൻ്റെ നേതാക്കന്മാർ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് LDF നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ. എന്തായാലും അവർ പറയുന്നതനുസരിച്ച് ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് തുടർച്ചയായി വലിയ തരത്തിലുള്ള ഭരണപരമായ നേട്ടങ്ങൾ ഉണ്ടായി. അതിനെല്ലാം ഉപരിയായി സമസ്ത മേഖലയിലെയും ജനങ്ങളെ ഒപ്പം നിർത്താൻ ഇടതു സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നേട്ടമായി പറയപ്പെടുന്നത്. കാരണം തൊഴിലാളികൾ മുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ വരെയുള്ള ആളുകൾക്ക് ശമ്പള വർധനവിൻ്റെ കാര്യത്തിലായാലും വേതന വർധനവിൻ്റെ കാര്യത്തിലായാലും സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്ന കാര്യത്തിലായാലും ഒക്കെ വലിയ തരത്തിലൊരു പിന്തുണ ഈ സർക്കാർ നൽകാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ അതൊരു വിജയമായി മാറപ്പെടും. അങ്ങനെയാണെങ്കിൽ തുടർഭരണം ഉണ്ടാകും എന്നാണ് ഉറപ്പിച്ച LDFുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും 3ാം വട്ടവും ഭരണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. LDF നേതാക്കന്മാരും അങ്ങനെ തന്നെയാണ് അഭിപ്രായം പങ്കുവയ്ക്കുന്നത്. മൊത്തത്തിൽ കേരളത്തിലെ ഇതുവരെയുള്ള പ്രവർത്തന ശൈലിയും ഒപ്പം തന്നെ സർക്കാരിൻ്റെ നേട്ടങ്ങളും എല്ലാം തന്നെ എടുത്തു കാണിച്ചായിരുന്നു അവർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് LDF എത്തിയത്. ഒപ്പം കഴിഞ്ഞ 10 വർഷത്തെ തുടർഭരണത്തിൽ സംസ്ഥാനത്തിന് എന്തൊക്കെ നേട്ടങ്ങളുണ്ടായി, അതായത് വിദ്യാഭ്യാസം മുതൽ കായികം, ആരോഗ്യം തുടങ്ങി എല്ലാ മേഖലകളിലെയും വികസന പ്രവർത്തനങ്ങളെ ഓരോന്നോരോന്നായി എടുത്തു പറഞ്ഞുള്ള ഒരു പ്രവർത്തന ശൈലിയായിരുന്നു LDF കാഴ്ചവെച്ചത്. അത് വോട്ടായി മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വിജയം വരിക്കും എന്നുള്ള പ്രതീക്ഷ LDFിനുണ്ട്. പ്രത്യേകിച്ചും ഈ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഈ 5 ജില്ലകളെക്കുറിച്ച് പറയുമ്പോൾ ഇതിനെ സ്വിംഗ് ജില്ലകൾ അല്ലെങ്കിൽ സ്വിംഗ് ഡിസ്ട്രിക്റ്റുകൾ എന്ന് പറയും. ഈ ജില്ലകളിൽ എന്താണോ ആർക്ക് അനുകൂലമായ ഒരു വികാരം വോട്ടായി മാറുന്നുവോ ആ വോട്ടുകൾ ആണ് കേരളം ആര് ഭരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ 2 പ്രാവശ്യം 2016-ലെയും 2021-ലെയും വോട്ടിംഗ് പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2016-ൽ ഒപ്പം തന്നെ 2021-ലും കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലൊക്കെ തന്നെ വലിയ തരത്തിൽ നേട്ടമുണ്ടാക്കാൻ LDFിന് കഴിഞ്ഞിട്ടുണ്ട്. അതുവഴി അവർക്ക് ഭരണത്തിലെത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഈ കോട്ടകളിൽ, അതായത് ഈ സ്വിംഗ് ജില്ലകൾ എന്നറിയപ്പെടുന്ന ചാഞ്ചാടി നിൽക്കുന്ന, ആർക്കൊപ്പമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത, അവസരത്തിനനുസരിച്ച് മാറപ്പെടുന്ന ജില്ലകളിൽ, പ്രധാനപ്പെട്ട ജില്ലകളിൽ ആരൊക്കെ വോട്ട് പിടിക്കും അതാണ് വിജയമെന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് ഈ ജില്ലകളിലാണ് ഇപ്പോൾ UDFും പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. കാരണം